വക്കീലേ, തനിക്ക് ഓർമ്മയുണ്ടോ അവന്റെ അച്ഛൻ? ഹൈ, എന്താ കൊശവന്റെ പേര്? ആ, കണ്ടൻ. അവൻ ഇവിടത്തെ തണ്ടാനായിരുന്നു. ഓഹോ, ഓർമ്മയുണ്ടോ എനിക്ക്? നോം ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടെന്ന് ആ രാശേന്ന് അറിയും. പണത്തിന്റെ ഹുങ്ങുമുത്ത് തലയിൽ കയറുന്നല്ലോ, ഒരു ചെറിയ കൊട്ട. നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ മായ്ക്കാൻ പറ്റാത്ത വിധം പേരെഴുതി ചേർത്ത മഹാരഥന്മാരായ നടന്മാരുണ്ട്. അവരുടെ സംഭാവനകൾ തലമുറകളുടെ ഗതിവേഗത്തിൽ ഒരിക്കലും മാഞ്ഞു പോകില്ല. അങ്ങനെ മലയാള സിനിമാ ചരിത്രത്തിന്റെ ആദ്യ പേജുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ആകാര സൗഭകം കൊണ്ടും അംഗവിക്ഷേപം കൊണ്ടും സംസാര രീതിയും ചിരിയും നോട്ടവും എല്ലാം കൊണ്ടും സിനിമ ആസ്വാദകനെ കുടുകുടച്ചിരിപ്പിക്കുകയും കണ്ണ് നിറയിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഹോളിവുഡിലെ ലോറൽ ആൻഡ് ഹാർഡിയിലെ ലോറലിനെ ഓർമ്മിപ്പിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ഹാസ്യ സാമ്രാട്ട് ശ്രീ അടൂർ ഭാസി. മലയാള സിനിമ ഹാസ്യത്തിനൊരു പുതിയ ദിശ നൽകിയ ഹാസ്യ നടനായിരുന്നു അടൂർ ഭാസി. എന്നും നായകനോട് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഭാസി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ ഹാസ്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ശ്രീ അടൂർ ഭാസി. ചിലർ പറയാറുണ്ട്, രക്തബന്ധങ്ങൾ ഒരു വ്യക്തിയിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച്. അടൂർ ഭാസിയും അതിന്റെ സ്ഫുരണങ്ങൾ കാണാൻ കഴിയും. മലയാള സാഹിത്യത്തിൽ നാഴികക്കല്ല് പാകിയ പ്രശസ്ത സാഹിത്യകാരൻ CV രാമൻപിള്ളയുടെ മകളായ മഹേശ്വരി അമ്മയും പ്രശസ്ത ഹാസ്യ സാഹിത്യകാരൻ EV കൃഷ്ണപിള്ളയുടെയും 7 മക്കളിൽ 4-മനായി K ഭാസ്കരൻ നായർ എന്ന ഭാസി തിരുവനന്തപുരം വഴുതക്കാട്ട് റോസ്കോട്ട് ബംഗ്ലാവിൽ 1977 മാർച്ച് 1 ജനിച്ചു. പ്രമുഖ ചലച്ചിത്ര നടനായിരുന്ന പരേതനായ ചന്ദ്രാജിയ അഥവാ രാമചന്ദ്രൻ നായർ, പരേതരായ ഓമനയമ്മ, രാജലക്ഷ്മി അമ്മ, പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിരുന്ന പത്മനാഭൻ നായർ, പരേതരായ ശങ്കരൻ നായർ, കൃഷ്ണൻ നായർ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ. കലയും സാഹിത്യവും സമരസപ്പെട്ട കുടുംബത്തിൽ നിന്നും മലയാളിക്ക് കിട്ടിയ മറ്റൊരു അപൂർവ രത്നമായിരുന്നു ശ്രീ അടൂർ ഭാസി. അച്ഛന്റെ മരണത്തോടെ അവർ അടൂരിലേക്ക് താമസം മാറ്റി. അടൂർ പെരിങ്ങിനാട് ചെറുതെങ്ങിനഴകത്ത് തറവാട്ടിലാണ് ജീവിച്ചത്. ചെറിയ ക്ലാസ്സുകളിൽ അടൂരിൽ പഠിച്ച ഭാസി ഇന്റർമീഡിയറ്റ് പഠിക്കാനാണ് പിന്നീട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിച്ച അടൂർ ഭാസി ആദ്യം മധുരയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. തിരുവനന്തപുരം ആകാശവാണിയിൽ ഉദ്യോഗത്തിലിരിക്കുമ്പോൾ പ്രശസ്ത സാഹിത്യകാരനായിരുന്ന TN ഗോപിനാഥൻ നായരെ പരിചയപ്പെട്ടു. അദ്ദേഹം പത്രാധിപരായിരുന്ന സഖി വാരികയിൽ അടൂർ ഭാസി സഹപത്രാധിപരായി നിയമിതനായി. അടൂർ ഭാസി തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടാണ്. അക്കാലത്ത് തിരുവനന്തപുരത്തെ പ്രശസ്ത അമച്വർ നാടക സംഘടനയായ കലാവേദിയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. TR സുകുമാരൻ നായർ, TN ഗോപിനാഥൻ നായർ, ജഗതി NK ആചാരി, നാഗവള്ളി RS കുറുപ്പ്, PK വിക്രമൻ നായർ തുടങ്ങിയവരോടൊപ്പം നാടകരംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ചു. ഭാസിയുടെ ആദ്യ സിനിമ 1953 പുറത്തിറങ്ങിയ തിരമാലയായിരുന്നു. ചെറിയൊരു വേഷത്തിൽ മലയാള സിനിമയിലേക്കുള്ള ചുവടുവെച്ചു. അതിനുശേഷം ഭാസിയുടെ സാന്നിധ്യം സിനിമയിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറി. 1960-70 കാലഘട്ടത്തിൽ ഭാസിയുടെ വേഷമില്ലാതെ അപൂർവം മലയാള സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രശസ്ത നടനായിരുന്ന പ്രേം നസീറിനോടൊപ്പം ഒരു ജോഡി തന്നെ രൂപപ്പെട്ടിരുന്നു. ഉദയായുടെ വടക്കൻ പാട്ട് ചിത്രങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. കുറ്റവാളി, കരിമ്പന, ഇതാ ഒരു മനുഷ്യൻ, ശിഖിരങ്ങൾ എന്നീ ചിത്രങ്ങളിൽ ഭാസി വില്ലൻ വേഷത്തിലും അഭിനയിച്ചിട്ടുണ്ട്. കൊട്ടാരം വിൽക്കാനുണ്ട്, ലങ്കാദഹനം, റെസ്റ്റ് ഹൗസ് എന്നീ ചിത്രങ്ങളിൽ ഇരട്ട വേഷത്തിലും ഭാസി അഭിനയിച്ചു. പ്രശസ്ത നടനായിരുന്ന ബഹദൂറുമായി ചേർന്നുള്ള സഖ്യം മലയാള സിനിമയിൽ ഒരു ഭാസി ബഹദൂർ എന്ന സംസ്കാരം തന്നെ സൃഷ്ടിച്ചു. ഹോളിവുഡിലെ ലോറൽ ആൻഡ് ഹാർഡിയെ ഓർമ്മിപ്പിക്കുന്ന കോമ്പിനേഷനായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ചിരിയുടെ മാലപ്പടക്കം സൃഷ്ടിക്കാൻ ഭാസി ബഹദൂർ ആവശ്യമായിരുന്ന ഒരു സിനിമാ കാലം. ലക്ഷപ്രഭുവിലെ പിള്ള, ചട്ടക്കാരിയിലെ എഞ്ചിൻ ഡ്രൈവർ, കുരുവിപ്പെട്ടി, നമ്മുടെ പെട്ടി, കടുവാപ്പെട്ടിക്ക് വോട്ടില്ല എന്ന് പാടി അഭിനയിച്ച സ്ഥാനാർത്ഥി സാറമയിലെ ശാസ്ത്രികൾ, തീർത്തും വ്യത്യസ്തമായ ജോൺ എബ്രഹാമിന്റെ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമയിലെ പ്രകടനം. 1979 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്തു. ചട്ടക്കാരി, ഏപ്രിൽ 18 എന്നീ ചിത്രങ്ങളിലൂടെ 2 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കരസ്ഥമാക്കി. കള്ളൻ പവിത്രനിലെ പാത്രക്കച്ചവടക്കാരൻ, സ്വന്തം എവിടെ ബന്ധം എവിടെയിലെ ഭാസ്കര മേനോൻ, ഏപ്രിൽ 18 അഴിമതി നാറാവിള്ള, നന്ദി വീണ്ടും വരികയിലെ വിഷ്ണു നമ്പൂതിരി, മണിവത്തൂരിലെ 1000 ശിവരാത്രികളിൽ നീനയുടെ അമ്മാവൻ, ചക്കിക്കൊത്ത ചെങ്കരനിലെ മാധവ മേനോൻ, ഓർമ്മയ്ക്കായി എന്ന ഭരതൻ ചിത്രത്തിലെ ആംഗ്ലോ ഇന്ത്യൻ കഥാപാത്രമായ ഫെർണാണ്ടസ് സായിപ്പ്, കാലാതീതമായ കഥാപാത്രങ്ങളുടെ മലയാള സിനിമയിൽ തന്റെ കയ്യൊപ്പു ചാർത്തിയ അതുല്യ നടൻ.
രഘുവംശം, അച്ചാരമമ്മിണി, ഓശാരമോമന, ആദ്യ പാഠം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഏകദേശം 10ഓളം ഹാസ്യഗാനങ്ങൾ അടൂർ ഭാസി പാടിയിട്ടുണ്ട്. 700-ൽ കൂടുതൽ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു. സിനിമയുടെ കറുപ്പും വെളുപ്പും കാലഘട്ടത്തിൽ ഏതു വേഷവും അനായാസമായി അഭിനയിച്ചാണ് അടൂർ ഭാസി മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയത്. ഒരു കാലത്ത് പ്രേം നസീറിന്റെ പ്രതിഫലത്തിന് തുല്യം പ്രതിഫലം വേണമെന്ന് പ്രൊഡ്യൂസർമാരെടുത്ത് പറയുകയും അത് വാങ്ങിക്കുകയും ചെയ്ത ഒരു അടൂർ ഭാസി ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ താൻ പോരിമയോടെ കാര്യങ്ങൾ ചെയ്യാൻ തക്ക അദൃശ്യാധികാരവും സൗഹൃദവും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അടൂർ ഭാസി. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് മാനുഷികമായ ചില ആരോപണങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. അവസാന കാലത്ത് രോഗാതുരമായ അവസ്ഥയും ഒറ്റപ്പെടലും അനുഭവിച്ചു. വൃക്കരോഗബാധയെ തുടർന്ന് 1990 മാർച്ച് 29-ന് 63-ാം വയസ്സിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. മൃതദേഹം വിലാപയാത്രയായി അടൂരിലെ തറവാട്ടിലെത്തിച്ച ശേഷം വീട്ടുപറമ്പിൽ സംസ്കരിച്ചു. മലയാള സിനിമയിൽ ജൈത്രയാത്ര നടത്തിയ ചിരിയുടെ തമ്പുരാൻ ഓർമ്മയായി. ഈ മഹാനടന്റെ 3.5 ദശാബ്ദക്കാലത്തെ സിനിമാ സമ്പാദ്യങ്ങളുടെ അപൂർവ നിധികൾ അടൂർ പെരിങ്ങനാട്ടുള്ള കോട്ടക്കാട് വീടിനടുത്ത് സമീപത്തുള്ള അടൂർ ഭാസി സാംസ്കാരിക കേന്ദ്രത്തിൽ വേണ്ടത്ര സംരക്ഷണമില്ലാതെ കിടക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അർഹമായ ആദരവ് ജന്മനാട്ടിൽ പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മെ നാണിപ്പിക്കുന്നതാണ്. ചരിത്രപരമായി കാത്തുസൂക്ഷിക്കേണ്ട നാഴികക്കല്ലുകൾ കാണാമറയത്ത് അനാഥമാകുമ്പോൾ ഓർമ്മ വരുന്നത് ഭരതന്റെ ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിലെ അടൂർ ഭാസിയുടെ ഫെർണാണ്ടസ് സായിപ്പ് എന്ന കഥാപാത്രം മരിച്ച് തീരത്തടിഞ്ഞു കിടക്കുന്നതും അടുത്തായി ജാക്ക്പോട്ടിൽ ഓടിത്തളർന്ന ചാവാലിക്കുതിര ശവം മണത്ത് നിൽക്കുന്ന രംഗമാണ്. തിരയുടെ താളത്തിൽ കമഴ്ന്നു കിടക്കുന്ന അടൂർ ഭാസിയുടെ കാലുകളും അനങ്ങുമ്പോൾ കാഴ്ചക്കാരന്റെ കണ്ണ് നിറയുന്ന പോലെ ഒരു നനുത്ത ഓർമ്മയായി ആസ്വാദക മനസ്സിൽ എന്നും അടൂർ ഭാസി നിറഞ്ഞു നിൽക്കും.